ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു മിനി വ്ളോഗാണ് ചെയ്യുന്നത്. അപ്പോൾ കുറേ നാൾ കൂടിയിട്ടാണ് നമ്മൾ വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പർച്ചേസിങ്ങിന് പോവാണ്. കുറച്ച് ക്രിസ്മസിൻ്റെ ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു ബൊക്കയ്ക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബൊക്കയുടെ ഫ്ലവേഴ്സ് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ രണ്ടൊരു ഈ വെയിലൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അവളെയും കൂടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്താൽ അവൾ ക്യാമറയുടെ മുന്നിൽ വരത്തില്ല. ആൾ ഷൈ ആയതുകൊണ്ട് അവൾ എന്ത് ചെയ്താൽ വരത്തില്ല. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അവൾ കൈ പൊത്തി നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് ചങ്ങനാശ്ശേരി പോയിട്ട് സാധനങ്ങൾ വാങ്ങാമെന്നോർത്താണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കുട എടുത്തില്ല കഴിച്ചു. നല്ല വെയിലാണ്, കുട എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഞങ്ങൾ ഇതേ ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുകയാണ്. ഇനി എപ്പോഴാണ് വണ്ടി എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ വലിയ ആൾക്കാരൊന്നും ഇല്ല. അപ്പം ഞങ്ങളിപ്പോൾ ബസ് സ്റ്റോപ്പിലാണ്. ഇപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവളും കൂടെ ബസ്സിൽ കയറി ആദ്യം അടി ഉണ്ടാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സൈഡ് സീറ്റിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം എന്തോ പറ്റുമെന്ന് അറിയത്തില്ല, അവൾ സൈഡ് സീറ്റ് എനിക്ക് തന്നു. പക്ഷേ എൻ്റെ പൊന്ന് കൈസ് മുടിഞ്ഞ വെയിൽ കാരണം ഇരിക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബസ്സെല്ലാം ഇറങ്ങി ഞങ്ങൾ കടയിലെത്തി. കടയിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ ദൈവമേ കണ്ണെടുക്കാൻ പറ്റത്തില്ലാത്ത രീതിക്കുള്ള കളക്ഷൻ. ക്രിസ്മസിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ക്രിസ്മസിൻ്റെ കുറേ റീത്തും ഡെക്കോർ ഐറ്റംസും കുറേ സാന്താക്ലോസും കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൻ്റെ ഒരു കൂമ്പാരം തന്നെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് മെയിൻ തിങ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് ആവശ്യമുള്ള ഫ്ലവർ ഒന്നും ഇല്ലായിരുന്നു. കാരണം വെച്ചാൽ നമ്മൾക്ക് ആവശ്യമുള്ള ആ കളർ കോമ്പിനേഷൻ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ വേറെ കുറച്ച് ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറേ ഫ്ലവേഴ്സ് എൻ്റെ കുറേ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള സാധനം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഫ്ലവർ ഷെയ്ഡൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷനുള്ള നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ. അതുകൊണ്ട് ഞാൻ ആ കസ്റ്റമറിന് വേണ്ടിയിട്ടുള്ള ഫ്ലവറൊന്നും അവിടെ നല്ല എടുത്തത്. അപ്പോൾ പിന്നെ എൻ്റെ ഫ്രണ്ട് പിന്നെ അവൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം എടുത്തു. അവൾക്കുള്ള കുറേ ഡെക്കോർ ഐറ്റംസും പിന്നെ കുറേ ക്രിസ്മസ് പാപ്പായും അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് വൈറ്റ് ഫ്ലവേഴ്സും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നൊന്നും മേടിക്കാണ്ട് പോരാൻ തോന്നത്തില്ല. അതുപോലെ നല്ല രസമായിരുന്നു ആ കട മുഴുവൻ കാണാൻ വേണ്ടിയിട്ടും. അടുത്ത ഐറ്റംസൊക്കെ നല്ല രസമായിരുന്നു. പക്ഷേ അത്യാവശ്യം നല്ല റേറ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളങ്ങനെ കുറേ നേരം അവിടെ കിടന്ന് ചുറ്റിക്കറങ്ങി കുറേ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ എടുത്തു. ഈ ബണ്ടിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നല്ല രസമായിരുന്നു ഈ റോസ് കാണാൻ. റോസ് അല്ല, ഇത് ഈ ഫ്ലവറിൻ്റെ പേര് എനിക്കറിയില്ല. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ കുറേ അവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ വേറെ കടയിൽ വന്നു. കാരണം ആ കടയിൽ ഞാൻ പറഞ്ഞില്ല, അവിടുത്തെ ഫ്ലവേഴ്സിന് നമ്മൾ വിചാരിച്ച സംഭവമൊന്നും ഇല്ലാത്ത വേറെ കടയിലോട്ട് വന്നു. അവിടെ വന്നപ്പോഴത്തേനും എൻ്റെ പൊന്നു ഗൈസ് നമുക്ക് ഇഷ്ടം പോലെ, മറ്റേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഷോപ്പിൽ മാത്രമേ, ഇത് ഗോഡൗൺ പോലെ ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ടായിരുന്നു, ഇഷ്ടം പോലെ. പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ച് പോയിട്ടുണ്ടായിരുന്ന ഫ്ലവർ കോമ്പിനേഷനുള്ള എല്ലാ ഫ്ലവേഴ്സും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറേ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ ക്രിസ്മസിന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ ഇടാൻ കുറച്ച് ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ലൈറ്റും സാധനങ്ങളൊക്കെ മേടിച്ചു. അപ്പോൾ എൻ്റെ ഗ്ലൂഗണ്ണൊക്കെ ഡാമേജ് ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുതിയ ഗ്ലൂഗണ്ണൊക്കെ മേടിച്ചു. അങ്ങനെ നമ്മൾ ഇനി അൺബോക്സിങ് ചെയ്യാൻ പോകണം. ഞാൻ എന്തൊക്കെ മേടിച്ചെന്നുള്ളത് കാണിക്കണ്ടേ. അപ്പോൾ ഞാൻ കുറച്ച് ഫ്ലവേഴ്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റോസും റെഡ് കളർ ഫ്ലവറും പിന്നെ വൈറ്റ് പിന്നെ കുറച്ച് പുല്ല് പോലത്തെ സാധനങ്ങളും അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഞാൻ കൂടുതലും വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഫുൾ സാധനവും നമ്മൾ രണ്ടാമത് പോയ ഷോപ്പിലുണ്ടായിരുന്നു. അപ്പം അത് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി. കാരണം ആദ്യത്തെ കടയിൽ നമ്മൾ പോയിട്ട് വെറുതെ വന്നിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ബൈ.